പാഞ്ചാലിമേട് ഗൈസ്. ഹലോ ഗായ്സ്, മെറി ക്രിസ്മസ് എല്ലാവർക്കും. നമ്മളിപ്പോൾ ചാട്ടയുടെ കൂടെ കറങ്ങാൻ പോവാണ്. ചാട്ടയിൽ നമ്മൾ എവിടെയോ കറങ്ങാൻ കൊണ്ടുപോവാണ്. ചാച്ചൻ അവിടെ നിന്ന് പയ്യെ നടന്ന് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഗൈസ്, നമ്മൾ പാഞ്ചാലിമേട് എത്തിയിരിക്കുന്നു. അകത്ത് എന്താണെന്ന് നമുക്ക് ഇനി പോയി വേണം കാണാൻ. കുറേ നല്ല കാഴ്ചകളായിട്ടാണ് നമ്മൾ ഈ വ്ളോഗ് തുടരുന്നത്. അമേഴ്സ് ഓൺ ദി ലൈൻ. ചാച്ചനും ചേട്ടായും പുറകെ വരുന്നുണ്ട്. നല്ല വെയിലുണ്ട് ഇന്ന്. ഇതിലും വെയിലൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നല്ല തണുപ്പാണെന്നൊക്കെ ഓർത്ത് ഞാൻ ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നതാണ് ഗൈസ്. വെറുതെ ആയൊന്ന് സംശയമുണ്ട്. ഇത് നമ്മൾ പാഞ്ചാലിമേട് കാണാൻ പോകല്ലേ ചാച്ചോ? ചാച്ചൻ പയ്യെ കയറട്ടെ. അതിലെ വഴിയുണ്ട്. കുറേ കടകളുണ്ട് ഇവിടെ തന്നെ. കുറച്ച് ഇൻഫർമേഷൻ ആകാം. പാഞ്ചാലിമേടിന് പിന്നിൽ ഒരു പുരാണ ഐതിഹ്യമുണ്ട്. മഹാഭാരത കാലത്ത് പാണ്ഡവന്മാർ വനവാസം ചെയ്തിരുന്ന സമയത്ത് ദ്രൗപദി ഈ പ്രദേശത്ത് കൂടെ കുറച്ചുനാൾ താമസിച്ചിരുന്നു എന്നാണ് വിശ്വാസം. പാഞ്ചാലിമേട് എത്തിയിരിക്കുന്നു. എൻട്രൻസിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ തൊട്ടപ്പുറത്ത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറുണ്ട്. വരുന്നവർ ഉറപ്പായിട്ട് ടിക്കറ്റ് എടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇവരെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു. അഡൾട്ടിന് 25 രൂപയുള്ളൂ കൈസ്. ഞങ്ങൾക്ക് 4 പേരുണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. നമുക്ക് അങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? നമ്മൾ ന്യായമുള്ളവരാണ്. അതെ, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നേരെ ഇങ്ങനെ നടന്ന് കുറച്ചുകൂടി ഒരു മണിക്കൂറും കൂടെ താമസിച്ച് വരുവാണെങ്കിൽ നമ്മളിവിടെ ഒട്ടി ടാർപ്പാള പോലെ പഠിക്കുന്നത്. നല്ല വെയിലുണ്ട്. നല്ല വെയിലുണ്ട്. അമ്മ മര്യാദയ്ക്ക് പറഞ്ഞായിരുന്നു കുട എടുക്കാൻ, പക്ഷേ നമ്മൾ എടുത്തില്ല. മുസ്ലിം ആരും ഇഷ്ടമായിട്ടുണ്ട് വല്ലാണ്ട്. നല്ല കളർ, നല്ല രസം. ബ്യൂട്ടിഫുൾ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ പൂ? പിങ്ക് ആണെന്ന് തോന്നുന്നു. പാഞ്ചാലിക്ക് ഈ മലമേഖല വളരെ ഇഷ്ടമായിരുന്നു. അവൾ ഇവിടെ ധ്യാനം ചെയ്യുകയും വിശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്നും പറയുന്നു. പശുവിന്റെ വായിക്കാത്ത വെള്ളം വരും, അങ്ങോട്ട് വരും. പാഞ്ചാലി ഈ സ്ഥലത്ത് താമസിച്ചുകൊണ്ടാണ് പാഞ്ചാലിമേട് എന്ന പേര് വരാൻ കാരണം. ഇന്നും ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പാഞ്ചാലിയെ സ്മരിക്കുന്ന സ്ഥലമായിട്ടാണ് വിശ്വാസികൾ ഇപ്പോഴും അതിനെ കാണുന്നത്. ടോയ്ലറ്റാണ്. നോക്കി അപ്പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ടോയ്ലറ്റാണ്. കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് കയറിയിട്ടില്ല. വീഡിയോ ഫോട്ടോ അതിനകത്ത് കയറി ഇരിക്കുമോ? അതിനകത്ത് കയറി ഇരിക്കും. നടക്കണല്ലോ. നമ്മൾ ഈ സ്ഥലം കാണാൻ വന്നത് 2 മണിക്കായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. മാക്സിമം ഇവിടെ വരുന്നവർ രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക. ഇത് കുരിശുമല അല്ല, ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നു. മാലയാണോ അത് കെട്ടിയിട്ടേക്കുന്നത്? ഇതാണ്. അങ്ങോട്ട് പോയൊരു ക്ഷേത്രം ഉണ്ടെന്നാണ് ബോർഡിൽ പറയുന്നത്. കൂടാതെ ഇവിടെ സിപ്പ് ലൈൻ
ടോയ്സ് കോസ് ആർച്ചറി മറ്റേ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നില്ലേ അത്, വെർച്വൽ റിയാലിറ്റി, കിഡ്സ് ബോട്ടിങ്, ട്രാമ്പലൈൻ എല്ലാം ഉണ്ടെന്നാണ് പറയണത്. ഫിഷ് പാ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് സിപ്പ് ലൈൻ. അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരമുള്ളൂ, അതുകൊണ്ട് നമുക്ക് കുറേ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കുരിശുമലകളൊക്കെ കാണാമെന്ന് കുറച്ച് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വഴിയാണ് അപ്പോൾ കുരിശുമല പോണത്. അടുത്തൊന്നും തോന്നുന്നു. ചാച്ചനോട് നമുക്ക് 2 വാക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ചാച്ചോ, നല്ല വെയിലില്ലേ? മടുത്തോ കയറിയിട്ട്? പയ്യെ കയറി വന്നാൽ മതി. അമ്മൂസ് പവറാണോ? മുന്നോട്ട് പോകാൻ നേരം ചില കല്ലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ഘടനകൾ കാണാൻ പറ്റും. പകുതി വീട് പോലെയും പഴയ അമ്പലങ്ങൾ പോലെയും ഇരിക്കും ഇവ. ശബരിമല വനത്തോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് ഈ ഭൂമി ബന്ധപ്പെട്ട് വനം വകുപ്പും ദേവസ്വം ബോർഡും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെയും അതേ കല്ല് വെച്ചുള്ള സാധനമാണ്. ആ സാധനത്തിൻ്റെ പേരാണ് ബസ് സ്റ്റോപ്പ്. പാഞ്ചാലിമേട്ടിലെ ബസ് സ്റ്റോപ്പാണ് ഗൈസ് നമ്മളാ കാണുന്നത്. ഈ കാണുന്നത് ഒരു ചെക്ക് ഡാമാണ്. ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് മഴവെള്ളം പെട്ടെന്ന് ഒഴുകി പോകുന്നത് തടയാനും ജലസംരക്ഷണത്തിനുമായിട്ടാണ് ഈ സാധനം ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ഡാമിൻ്റെ അവിടെ എത്തിക്കുന്നു. ആ മോളിൽ കയറി ഇരിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അങ്ങോട്ടേക്ക് ട്രൈ ചെയ്യുന്നു ഇരിക്കാൻ. അമ്മൂനെ പോലെയുള്ള പല പിള്ളേർക്ക് വേണ്ടിയാണ് ഈ ഒരു ബോർഡ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപകടം കുളത്തിലിറങ്ങുന്നത് കർശനമായും നിരോധിച്ചിരിക്കുന്നു. ഒരു ചെക്ക് ഡാമിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാണാൻ പറ്റത്തില്ല. കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. കുളത്തിൻ്റെ ഞാൻ എടുത്താൽ എൻ്റെ എടുത്താൽ മതി. അവിടെ ഒരു വീടുണ്ട്. കേറാൻ പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് കേറാം. ഇല്ല, പറ്റത്തില്ല. നോ എൻട്രി. സിപ്പ് ലൈൻ ഇവിടെ വരെയാണ്. സ്കിപ്പ് ലൈൻ. ചാച്ചന് വെയിലടിക്കാതിരിക്കട്ടെ. മുടി വേണം. ചാച്ചന് മാത്രമല്ല മുട്ടനും ഇഷ്ടമല്ല. അമ്മൂസിന് ഈ പാഞ്ചാലിമേട് ഇഷ്ടപ്പെട്ടോ? വെയിലത്ത് വരണം. വെയിലായതുകൊണ്ട് ഇഷ്ടപ്പെടാത്തൊരു. നമ്മളപ്പം ഇവിടുത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങുകയാണ്. ഇതൊരു അഡ്വഞ്ചർ സ്പോട്ടിനെക്കാട്ടിലും ഒരു നേച്ചർ ഫ്രണ്ട്ലി സ്പോട്ടാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ്. ഒരിക്കലെങ്കിലും ഇടുക്കിയിലേക്ക് വരുന്നവർ ഉറപ്പായിട്ട് ഇതൊന്നും കാണാതെ പോകരുത്. അപ്പോൾ അവസരം കിട്ടിയാൽ എല്ലാവരും വരിക, ഈ ഒരു വൈബ് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരുപാട് നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ മടുത്തിട്ട് ഒരു സ്ഥലത്ത് വന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഹോണസ്റ്റ്ലി പറയട്ടെ, ഇത് എൻ്റെ ക്രിസ്മസിലെ ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ പാഞ്ചാലിമേട് കണ്ടു കഴിഞ്ഞു. ഇന്ന് ക്രിസ്മസ് ആയില്ലേ? ഇന്ന് ക്രിസ്മസ് ആയിരുന്നു. ഞാൻ മറക്കും. പതിവ് തെറ്റിക്കാതെ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന പനലികൾ ഞങ്ങളെ മാടി മാടി വിളിച്ചു. വാ വന്ന് കഴിക്കാൻ പറഞ്ഞു. ഒന്നും നോക്കിയില്ല. ഞങ്ങളുടെ കുറച്ച് പൈനാപ്പിളും മാങ്ങയും കയ്യിലാക്കി. നമ്മൾ ഉപ്പിലിട്ട് പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ട്. അമ്മൂസിന് അവിടെ ഉപ്പിലിട്ട് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ ഉപ്പിലിട്ട് മാങ്ങ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡിസ്റ്റായിരിക്കും കഴിക്കാൻ ഈ ടൈമിൽ. അങ്ങനെ നമ്മളെല്ലാം കണ്ട് കിട്ടിയതെല്ലാം വയറ്റിലാക്കി നേരെ വീട്ടിലേക്ക്.